ഉറപ്പായിട്ടും നമ്മുടെ കേരള സർക്കാർ എന്തായാലും അതിജീവിതയുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പറയുന്ന ക്രിസ്മസ് പരിപാടികൾക്കും ഈ അതിജീവിതേനെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ സർക്കാർ ഒരിക്കലും കൈവിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഇപ്പം അതിജീവിതയ്ക്ക് സ്വന്തമായി നീതി കിട്ടിയില്ല എന്ന് തോന്നിയപ്പോഴും കുറെ അധികം ആൾക്കാർ അവരെ അതിന്റെ പേരിൽ കുറെ അധികം സൈബർ ബുള്ളിങ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെയാണ് തോന്നിയത്. അതുകൊണ്ട് നല്ല കാര്യമായിട്ട് തോന്നി. നീതി ലഭിച്ചിട്ടില്ല എന്നൊരു ഫാക്റ്റാണ്. എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഫാക്റ്റാണ്. ശിക്ഷിക്കപ്പെട്ട പ്രതികളാവട്ടെ അവർക്ക് കിട്ടിയ ശിക്ഷയും മതിയായ ശിക്ഷയല്ല എന്നുള്ളതും ഫാക്റ്റാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മേൽക്കോടതികളെ എഫ്ഐയിൽ പോകുന്നത് മാത്രമാണ്. ഇതാണ് പറയാനുള്ളത്. നമുക്കറിയാം, അപ്പുറത്ത് നിൽക്കുന്നവര് ഇവരെല്ലാം കോടതിയിൽ നിന്ന് പലരും ഊരിപ്പോയി. അപ്പുറത്ത് നിൽക്കുന്നവർ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളവരും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളവരുമാണ്. അപ്പോൾ അവരെ ഒരു പരിധി വരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ എന്നാലും പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്റ്റിൽ ഒരു പരിധി വരെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. അതുപോലെ ഇപ്പൊ ഈ അടുത്ത പോലെ ഇന്നിപ്പോൾ ഞാൻ അറിഞ്ഞത് ക്രിസ്മസ് ആഘോഷത്തിന് അതിജീവിതയാണ് സർക്കാർ ക്ഷണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നിലവിൽ അതും ഇങ്ങനൊരു സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നീതി നടപ്പാവണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ.